അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, വലിയ പ്രതിസന്ധിയിലാണ് നമ്മുടെ സംസ്ഥാനമെന്ന് പലവട്ടം പറയുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും തന്നില്ല കേന്ദ്രമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും കേരളം വല്ലാതെ സാമ്പത്തിക ഭദ്രതയിലേക്ക് പോയി എന്നാണ് ധനമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പിന്നീട് ബജറ്റ് പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗത്തൊക്കെയും പറയാൻ ശ്രമിച്ചത്. നിലവിലത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള പ്രഖ്യാപനങ്ങളാണോ ബജറ്റിൽ ഉണ്ടായത്? സാമ്പത്തിക സ്ഥിതി, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചമാണെങ്കിൽ എന്തിനാണ് ഭൂനികുതി 50% വെച്ച് വർദ്ധിപ്പിച്ചത്? എന്തിനാണ് കോടതി സല വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടായത്? കോടതി സല ഇപ്പൊ എത്രയാ വർദ്ധിപ്പിച്ചതെന്ന് നമുക്ക് അറിയില്ല. അത് 20 പേജുള്ള റിപ്പോർട്ടാണ്, അത് വായിച്ചതായി കണക്കാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിപ്പോ എത്രയാന്നുള്ളത് ഇപ്പോൾ നാളെ അതിന്റെ ഡോക്യുമെന്റ്സ് പുറത്തു വരുമ്പോൾ, അല്ലെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി അത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് പത്രക്കാർക്ക് കിട്ടുമ്പോഴേ അറിയുള്ളൂ. പിന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ കീഴിലുള്ള വാഹനങ്ങൾക്കുള്ള നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ആ കണക്ക് കിട്ടിയതിന് ശേഷം ഞാൻ ഈ കോൺട്രാക്ട് കാരേജ് ഓട്ടിക്കുന്ന ഒരാളുമായി സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത് അയാൾക്ക് 2000 രൂപേന്റെ വർധനവുണ്ട്. 8000 ശിലാൻ രൂപ ഉള്ളത് ഇനി 10,000 ശിലാൻ രൂപയാക്കുമെന്ന്. അപ്പോൾ ഒരു 16 സീറ്റ് 17 സീറ്റുള്ള വാഹനത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അവിടെ 2000 രൂപയുടെ വർധനവാണ്. അപ്പൊ ഭൂനികുതി 50%. അതുപോലെ തന്നെ കോടതി സ്ഥല വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇനി എന്തൊക്കെ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ഓരോന്നോരോന്നായി പരിശോധിക്കണം. അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാണെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? പിന്നെ കൊടുക്കാനുള്ളത്, പെൻഷൻ കുടിശ്ശിക കിടക്കുകയല്ല, അത് ഈ കൊല്ലം കൊടുത്തു തീർക്കുമെന്നാ പറഞ്ഞത്. പിന്നെ DA 7 ഗഡു പെൻഡിങ് എന്നാണ് എന്നോട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. 19% പെൻഡിങ് ആണെന്ന. അപ്പൊ 1 ഗഡുവാണ് അനുവദിച്ചിട്ടുള്ളത്. അപ്പൊ കൊടുക്കാനുള്ളതൊന്നും കൊടുക്കുന്നില്ല. കൊടുക്കാം എന്ന് പറയുന്നു. 7 ഗഡു പെൻഡിങ് ആയത് 1 ഗഡു അനുവദിച്ചിരിക്കുന്നു. അപ്പൊ കൊടുക്കാൻ ബാധ്യസ്ഥയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പൈസകൾ കൊടുക്കാതിരിക്കുകയും, എന്നാൽ സർക്കാരിന്റെ വരുമാനം ക്രമാതീതമായി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഭൂനികുതി ഉൾപ്പെടെയുള്ള കോടതി സ്ഥല ഉൾപ്പെടെയുള്ള അവ വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാണോ? ഭദ്രമല്ല. കൊടുക്കാനുള്ളത് കൊടുക്കുന്നില്ല, കിട്ടാനുള്ളതോ അത് വർദ്ധിപ്പിച്ച് വാങ്ങാനും തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഭദ്രമല്ല എന്ന് മാത്രമല്ല, കൂടുതൽ ബാധ്യത സാധാരണക്കാരന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ പോവുകയാണ്. ഇത് വിലക്കയറ്റം സൃഷ്ടിക്കാൻ പോകുന്ന ബഡ്ജറ്റാണ്, പണപ്പെരുപ്പം സൃഷ്ടിക്കാൻ പോകുന്ന ബഡ്ജറ്റാണ്. പിന്നെ കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യങ്ങളാണ് ഇപ്പോഴും പറയുന്നത്. ഇപ്പോൾ ജനം പറഞ്ഞ, TV പറഞ്ഞ ഷിപ്പിങ്ങിന്റെ കാര്യം, അത് കഴിഞ്ഞ ബഡ്ജറ്റിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമാണ്. ഷിപ്പിങ്ങിന് ഇനി കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണ്. ഇപ്പൊ കപ്പൽ ഗതാഗതത്തിനും ചരക്ക് കപ്പൽ വ്യവസായത്തിനും കേന്ദ്ര സർക്കാർ കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞപ്പോൾ എയർപോർട്ടുകളുടെ എണ്ണം ഇരട്ടിയിലധികമായി, തീവണ്ടി ഗതാഗതം വളരെയധികം മെച്ചപ്പെട്ടു, റോഡ് ഗതാഗതം, എക്സ്പ്രസ് ഹൈവേകളും നിർമ്മിച്ച് വളരെയധികം മുന്നോട്ട് പോയി. ഇനി ജലഗതാഗതം, കടൽ മാർഗമുള്ള കപ്പൽ ഗതാഗതവും മറ്റും വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുമ്പോൾ കേരളവും അതിന്റെ പിന്നാലെ പോവുകയാണ്. ഇതല്ലാതെ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും സാധാരണക്കാരന് എന്ത് ആനുകൂല്യം ഉള്ളത്? ഈ ബഡ്ജറ്റ് എടുത്ത് പരിശോധിച്ചാൽ എന്ത് ആനുകൂല്യം ഉള്ളത്? ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റ് കഴിഞ്ഞപ്പോൾ 12 ലക്ഷമായി ഉയർത്തി ആദായ നികുതിയുടെ പരിധി. കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോണ് 3 ലക്ഷത്തിന് 5 ലക്ഷമായി. ഈ MSMEക്കുള്ള ലോണ് 5 കോടിയിൽ നിന്നും 10 കോടിയാക്കി. സ്റ്റാർട്ടപ്പ് ഇന്ത്യക്കുള്ള ലോണ് 10 കോടിയിൽ നിന്നും 20 കോടിയാക്കി. അപ്പൊ സാധാരണക്കാരന് പ്രകടമായ ആനുകൂല്യങ്ങളുണ്ട്. ഇവിടെ എന്ത് ആനുകൂല്യം ഉള്ളത്? ഒരാനുകൂല്യവും ഇല്ല. ഒരാനുകൂല്യവും എടുത്തു പറയത്തക്ക, സാധാരണക്കാരന് ആശ്വാസം കിട്ടുന്ന ഒന്നുമില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ബാധ്യതകൾ സാധാരണക്കാരന്റെ തലയിൽ വരാൻ പോവുകയാണ്. വരുന്ന ദിവസം ഈ സംസ്ഥാനത്ത് രൂക്ഷമായ വിലക്കയറ്റവും പണപ്പെരുപ്പവും ഉണ്ടാകും. ശരി.